ഹായ് ഓൾ. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ ഒരു MCQ സെക്ഷനാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് UDP? ഓപ്ഷൻ എ യൂസർ ഡേറ്റാഗ്രാം പ്രോസസ്, ഓപ്ഷൻ ബി യൂസർ ഡിസ്പ്ലേ പ്രോസസ്, ഓപ്ഷൻ സി യൂസർ ഡിസ്പ്ലേ പ്രോട്ടോകോൾ, ഓപ്ഷൻ ഡി യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. ആൻസർ ഓപ്ഷൻ ഡി യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. അതായത് നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോകോൾസ് ആണ് TCPയും UDPയും. TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, UDP യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. അതായത് എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? TCP എന്ന് വെച്ചാൽ എന്താണ്? ഒരു റിലയബിൾ കണക്ഷൻ ഓറിയന്റഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്ഫുൾ പ്രോട്ടോകോൾ ആണ് TCP. റിലയബിൾ ആയിട്ടുള്ള കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്ഫുൾ പ്രോട്ടോകോൾ ആണ് TCP എന്ന് പറയുന്നത്. ദെൻ UDP എന്താണ്? ഇതിന്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ്, അൺറിലയബിൾ ആണ്, കണക്ഷൻലെസ് ആണ്, സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ ആണ് UDP എന്ന് പറയുന്നത്. അതായത് TCPയിൽ നമുക്ക് ഇപ്പൊ രണ്ട് പ്രോസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം TCPയിൽ എന്ത് ചെയ്യും? ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, അല്ലെ? ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മെസ്സേജിനെ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇപ്പൊ സെൻഡർ ഒരു ഡേറ്റ റിസീവറിലോട്ട് സെൻഡ് ചെയ്തു. അപ്പൊ സപ്പോസ് നമുക്കൊരു വലിയ ഡേറ്റ ആണെങ്കിൽ നമ്മൾ പാക്കറ്റ് ആയിട്ടായിരിക്കും ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പം ആ പാക്കറ്റ് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 10 പാക്കറ്റ് ഉണ്ടെങ്കിൽ ആ 10 പാക്കറ്റും കറക്റ്റ് ആയിട്ട് റിസീവറിൽ എത്തി, അല്ലെ? അപ്പം അതുപോലെ എറർ ഒന്നുമില്ല. അങ്ങനെ റിലയബിൾ കമ്മ്യൂണിക്കേഷൻ ആണ് TCP പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണെങ്കിൽ ഇത് ഒരു ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, ദെൻ പാക്കറ്റ് സെൻഡ് ചെയ്തു, അതിനുശേഷം റിസീവറിൽ നിന്ന് ഈ പാക്കറ്റ് കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യുന്ന അക്നോളജ്മെന്റ് കിട്ടിയതിന് ശേഷം മാത്രമേ അടുത്ത ഡേറ്റാസ് സെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഒരു കണക്ഷൻ ഓറിയന്റഡ് റിലയബിൾ കമ്മ്യൂണിക്കേഷൻ ആണ് TCPയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി UDPയിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യില്ല. അവരെന്ത് ചെയ്യും? ഡേറ്റ ജസ്റ്റ് സെൻഡ് ചെയ്യും. അതായത് ഒരു ടൈം ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് UDP. സപ്പോസ് നമുക്കിപ്പോൾ ഒരു വോയിസ് ഓവർ IP അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിമിങ് അല്ലെങ്കിൽ വീഡിയോ ലൈവ് സ്ട്രീമിംഗ്, ഇങ്ങനെ ടൈം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, അതായത് അവിടെ ഡേറ്റയുടെ സ്പീഡിന് അല്ലെങ്കിൽ ടൈമിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ഏത്? UDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ടും ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആണ് TCPയും UDPയും. അപ്പൊ എന്താണ് ഫുൾ ഫോം ഓഫ് UDP? യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. ഓക്കെ, second question, which one of the following is not an advantage of distributed system? Option A reliability, option B incremental growth, option C resource sharing, option D none. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണ്? അപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ടോപ്പിക്ക് പഠിച്ചപ്പം അതിന്റെ കുറെ അഡ്വാൻറ്റേജ് കണ്ടിരുന്നത് എന്തൊക്കെയാണ്? റിസോഴ്സ് ഷെയറിങ്, ഓപ്പൺനെസ്, കൺകറൻസി, സ്കെയിലബിലിറ്റി, ഫോൾട്ട് ടോളറൻസ്, ട്രാൻസ്പെറൻസി, റിലയബിലിറ്റി. ഇതെല്ലാം എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്? റിലയബിലിറ്റി, ഇൻക്രിമെന്റൽ ഗ്രോത്ത്, അതായത് സ്കെയിലബിലിറ്റി, റിസോഴ്സ് ഷെയറിംഗ്, ഇതെല്ലാം എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, നൺ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. Okay, third question, in which system tasks are equally divided between all the nodes? അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന് രണ്ട് മെയിൻ ആർക്കിടെക്ചർ പഠിച്ചിരുന്നു, ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറും പിയർ ടു പിയർ ആർക്കിടെക്ചറും. എന്താണ് ക്ലയന്റ് സെർവർ? ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ആ ഒരു സിസ്റ്റത്തിനെ രണ്ട് കമ്പോണൻസ് ആക്കി ഡിവൈഡ് ചെയ്യും, ക്ലയന്റ് എന്നും സെർവർ എന്നും, അല്ലേ? അപ്പൊ ക്ലയന്റിന്റെ ഫംഗ്ഷൻ എന്താണ്? റിക്വസ്റ്റിന് വേണ്ടി, അതായത് സർവീസിന് വേണ്ടി സെർവറിലോട്ട് റിക്വസ്റ്റ് കൊടുക്കുക, അതാണ് ക്ലയന്റിന്റെ ഫംഗ്ഷൻ. സെർവർ എന്താണ് ചെയ്യുന്നത്? ക്ലയന്റ് കൊടുത്ത റിക്വസ്റ്റിനെ പ്രോസസ് ചെയ്ത് അത് തിരിച്ച് റെസ്പോൺസ് ക്ലയന്റിന് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇവിടെ ഓരോ കമ്പോണന്റ്, നമ്മൾ ആ ഒരു സിസ്റ്റത്തെ രണ്ട് കമ്പോണന്റ് ആക്കിയാണ് ഡിവൈഡ് ചെയ്ത, ഓരോ കമ്പോണന്റും അതിൻ്റെതായിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ടാസ്ക് ആണ്. കാരണം ക്ലയന്റ് റിക്വസ്റ്റ് കൊടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് ക്ലയന്റ്, സെർവർ എന്ത് ചെയ്യുന്നു? റെസ്പോൺസ് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു പ്രീ ഡിഫൈൻഡ് ടാസ്ക് എന്ത് ചെയ്യും? ഇവിടെ ഓരോ സിസ്റ്റത്തിനും അസൈൻ ചെയ്ത് കൊടുത്തിരിക്കും. പക്ഷേ നമ്മൾ ടാസ്ക് ഈക്വലി ഡിവൈഡ് ചെയ്യും, നോട്ട്സിലെ ടാസ്ക് ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന സിസ്റ്റം ഏതാണ്? പിയർ ടു പിയർ സിസ്റ്റമാണ്. അതായത് ഇവിടെ ഓരോ നോട്ട്സിനും നമ്മൾ പിയർ എന്ന് പറയുന്നു. അവിടെ ഓരോ, അതായത് ഈച്ച് പിയർ, ഓരോ പിയറിനും ക്ലയന്റ് ആയിട്ടും സെർവർ ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. അതായത് അവിടെ നമ്മളൊരു പ്രീ ഡിഫൈൻഡ് ടാസ്ക് ഒരു നോഡിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നില്ല. ഏത് നോഡാണോ അതായത് റിക്വസ്റ്റ് കൊടുക്കുന്നത് അവരെ നമ്മൾ ക്ലയന്റ് ആയിട്ട് അസ്യൂം ചെയ്യും. ഏത് നോഡാണോ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരെ സെർവർ ആയിട്ട് അസ്യൂം ചെയ്യും. അതായത് ഇവിടെ നമ്മൾ ഒരു നോഡിന് അല്ലെങ്കിൽ ഒരു ഡിവൈസ് നമ്മളൊരു ടാസ്ക്, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നില്ല. അതായത് ടാസ്ക് ഈക്വലി ഡിവൈഡ് ബിറ്റ്വീൻ ഓൾ ദ നോഡ്സ്, എല്ലാ നോഡ്സിലും ടാസ്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയായിരിക്കും. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ പിയർ ടു പിയർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് സിസ്റ്റം ടാസ്ക് ആർ ഈക്വലി ഡിവൈഡ് ബിറ്റ്വീൻ ഓൾ ദ നോഡ്സ്? അപ്പോൾ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, പിയർ ടു പിയർ സിസ്റ്റം ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
Okay, then അടുത്ത question ആണ് what is inter-process communication? Option A allows process to communicate and synchronize their actions when using the same address space. Then option B allows process to communicate and synchronize their actions. Then option C allows process to only synchronize their actions without communication, and option D none of the above. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു inter-process communication എന്താണ്? IPs എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ മെക്കാനിസം ടു allows the process to communicate and synchronize their actions. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം നമ്മൾ പറഞ്ഞു. എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ഓട്ടോണോമസ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആണ് വിച്ച് ഈസ് ഇന്റർ കണക്റ്റഡ് ബൈ എ സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെ. അതായത് കുറേ ഓട്ടോണോമസ് സിസ്റ്റത്തിനെ ഒരു സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായിട്ട് നമ്മൾ ഇന്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അവർ പരസ്പരം റിസോഴ്സ് ഷെയർ ചെയ്യുന്നു, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. അതായത് ഒരു കോമൺ ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ പരസ്പരം എന്താണ് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാണ്. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ ഡിഫറെന്റ് പ്രോസസ്സുകൾ എന്താണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇൻഫർമേഷൻസും റിസോഴ്സിനെയൊക്കെ ഷെയർ ചെയ്യുന്നു. അപ്പം ഇവിടെ ഒരു ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ നടക്കുന്നത് അല്ലെ. പ്രോസസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ ഈ പ്രോസസ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ IPC എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് പറയാം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ ഡിഫറെന്റ് സിസ്റ്റം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗ്ലൂ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, IPC ആക്ട് ചെയ്യുന്നത്. അതായത് വിത്തൗട്ട് IPC ഓരോ സിസ്റ്റംസും ഓട്ടോണോമസ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഓരോ സിസ്റ്റംസ് പരസ്പരം ഇന്റർ കണക്ട് ചെയ്യില്ല. അപ്പം അതെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് IPC നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സിസ്റ്റംസ് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ ഈ പ്രോസസ്സുകളെ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു മെക്കാനിസംസ് ആണ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഇറ്റ് അലൗസ് പ്രോസസ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് സിങ്ക്രണൈസ് ദെയർ ആക്ഷൻസ്. സെയിം അഡ്രസ് സ്പേസ് വേണമെന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇറ്റ് അലൗസ് പ്രോസസ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് സിങ്ക്രണൈസ് ദെയർ ആക്ഷൻസ്. Okay, then fifth question, message passing systems allows process to dash. Option A, communicate with each other without sharing the same address space. Option B, communicate with one another by restoring the shared data. Option C, shared data. Option D, name the recipient or sender of the message. Here the answer is option A, communicate with each other without sharing the same address space. അതായത് നമ്മൾ IPC പഠിച്ചിരുന്നു. അപ്പം അവിടെ 3 IPC മെക്കാനിസം കണ്ടിരുന്നു. എന്തൊക്കെയാണ്? ഒന്ന് ഷെയർഡ് മെമ്മറി മെക്കാനിസംസ്, 2 മെസ്സേജ് പാസിംഗ് മെക്കാനിസംസ്, 3 റിമോട്ട് പ്രൊസീജിയർ കോഡ് അല്ലെ. അപ്പൊ എന്താണ് ഷെയർഡ് മെമ്മറി മെക്കാനിസം പറഞ്ഞത്? അതായത് ഒരു സെയിം ഫിസിക്കൽ മെമ്മറി സ്പേസ് കാണും. ആ ഫിസിക്കൽ മെമ്മറി സ്പേസ് യൂസ് ചെയ്തിട്ട് പ്രോസസ്സുകൾ എന്ത് ചെയ്യും? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് അവിടെ ഒരു റീഡ് റൈറ്റ് മെക്കാനിസംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സെയിം ഫിസിക്കൽ മെമ്മറിയെ പ്രോസസ്സുകൾ പരസ്പരം എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. അതായത് ഇപ്പം ഏതെങ്കിലും 2 പ്രോസസ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഏത് പ്രോസസ്സിനാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ പ്രോസസ് എന്ത് ചെയ്യും? മെസ്സേജിനെ ആ ഒരു ഷെയർഡ് ഫിസിക്കൽ മെമ്മറിയിൽ റൈറ്റ് ചെയ്യും. ഓക്കെ, ദെൻ റൈറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? മറ്റേ ഡെസ്റ്റിനേഷൻ പ്രോസസ് അതിൽ നിന്ന് ആ മെസ്സേജിനെ റീഡ് ചെയ്യും. അങ്ങനെ റീഡ് ആൻഡ് റൈറ്റ് മെക്കാനിസം വഴിയായിരിക്കും പ്രോസസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു പ്രശ്നം വരും. എന്താണ്? ഈ സെയിം ഫിസിക്കൽ മെമ്മറി അറ്റ് എ ടൈം മോർ ദാൻ 1 പ്രോസസ്സ് യൂസ് ചെയ്യുമ്പോൾ അവിടെ റേസ് കണ്ടീഷൻ ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പം നമ്മളൊരു സിങ്ക്രണൈസേഷൻ മെക്കാനിസംസ് യൂസ് ചെയ്തിട്ട് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ IPC മെക്കാനിസം. എന്താണ്? ഷെയർഡ് മെമ്മറി മെക്കാനിസം. അതായത് ഒരു കോമൺ ഫിസിക്കൽ മെമ്മറി കാണും. ആ മെമ്മറിയെ ഡിഫറെന്റ് പ്രോസസ്സുകൾ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നു. അതായത് ഒരു റീഡ് റൈറ്റ് മെക്കാനിസംസ് അങ്ങോട്ട് ഷെയർഡ് മെമ്മറിയിലോട്ട് റീഡ് ചെയ്യുകയും ദെൻ പ്രോസസ്സർ റൈറ്റ് ചെയ്യുക. അങ്ങനെ ആ ഒരു മെക്കാനിസം വഴിയാണ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് മെസ്സേജ് പാസിംഗ് സിസ്റ്റം. അതായത് മെസ്സേജ് പാസിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട പ്രോസസ്സുകൾ ബൈ പാസിംഗ് മെസ്സേജ്. അങ്ങനെയായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴി അതെന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ഒരു മെസ്സേജ് പാസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട മെസ്സേജിന് പാസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവിടെ സിങ്ക്രോണസ് മെസ്സേജ് പാസിംഗ് ഉണ്ട്, എസിങ്ക്രോണസ് മെസ്സേജ് പാസിംഗ് ഉണ്ട്. സിങ്ക്രോണസ് മെസ്സേജ് പാസിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സെൻഡർ മെസ്സേജ് സെൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? സെൻഡിങ് പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യും. കാരണം റിസീവറിൽ നിന്ന് ആ മെസ്സേജ് കിട്ടി എന്നുള്ള അക്നോളജ്മെന്റ് വരുന്നിടം വരെ സെൻഡിങ് പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യും. അതാണ് സിങ്ക്രോണസ് മെസ്സേജ് പാസിംഗ്. എസിങ്ക്രോണസ് എന്ന് വെച്ചാൽ സെൻഡർ സെൻഡ് ചെയ്തതിന് ശേഷം ബ്ലോക്കിംഗ് ഒന്നുമില്ല. അവരെന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട്, അതായത് റിസീവർ റിസീവ് ചെയ്താലും ഇല്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജിനെ സെൻഡ് ചെയ്യും. അതാണ് എസിങ്ക്രോണസ് മെസ്സേജ് പാസിംഗ്. അപ്പം എന്താണ് മെസ്സേജ് പാസിംഗ്? It communicate with each other without sharing the same address space. അതായത് സെയിം അഡ്രസ് സ്പേസ്
ആവണമെന്നില്ല. അവർ എന്ത് ചെയ്യും, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മെസ്സേജിനെ എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് പരസ്പരം പ്രോസസ്സുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് മെസ്സേജ് പാസിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. മൂന്നാമത്താണ് റിമോട്ട് പ്രൊസീജിയർ കോൾ അല്ലെങ്കിൽ RPC. എന്താണ് RPC? റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും, റിമോട്ട് ലൊക്കേഷൻ ഒരു പ്രോസസ്സിൽ നിന്ന് പ്രൊസീജിയറിനെ ഇൻവോക്ക് ചെയ്യും. ഓക്കെ, പ്രൊസീജിയർ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ ഇൻവോക്ക് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അപ്പം ആ റിക്വസ്റ്റ് മെസ്സേജിനകത്ത് ഏത് പ്രൊസീജിയർ ആണോ വേണ്ടത് അതും അതിന്റെ നെയിമും അതിന്റെ പാരാമീറ്റേഴ്സ് എല്ലാമായിട്ടായിരിക്കും ഒരു റിക്വസ്റ്റ് മെസ്സേജ് റിമോട്ട് ലൊക്കേഷനിൽ ഒരു മെഷീനിലോട്ട് അയക്കുന്നത്. ദെൻ അവരെന്ത് ചെയ്യും, ആ റിക്വസ്റ്റ് മെസ്സേജിനെ വിത്ത് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് പ്രോസസ് ചെയ്ത് തിരിച്ചു റെസ്പോൺസ് ക്ലൈന്റ് പ്രോസസ്സിന് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു പ്രൊസീജിയർ ഇൻവോക്കിംഗ് വഴി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതാണ് റിമോട്ട് പ്രൊസീജിയർ കോൾ. ഓക്കെ, ഇതാണ് 3 IPC മെക്കാനിസംസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലിങ്ക് ബിറ്റ്വീൻ ടു പ്രോസസ് P and Q ടു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജസ് ഈസ് കോൾഡ്. അതായത് പിക്കും ക്യൂവിനും മെസ്സേജിനെ സെൻഡ് ആൻഡ് റിസീവ് ചെയ്യുമ്പം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലിങ്കിന് പറയുന്ന പേരെന്താണ്? ഓക്കെ, ഓപ്ഷൻ എ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്, ഓപ്ഷൻ ബി മെസ്സേജ് പാസിംഗ് ലിങ്ക്, ഓപ്ഷൻ സി സിങ്ക്രണൈസേഷൻ ലിങ്ക്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ മെൻഷൻ. അതായത് എക്കും പിക്കും ക്യൂവിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ആണ് ഫോളോ ചെയ്തത്. അപ്പൊ നമുക്കറിയാം അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ, കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ അല്ലെങ്കിൽ RMI. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ വെച്ചാൽ എന്താണ്? RMI, ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. RMI allows us to invoke a method of remote object that execute on another machine. Option B, RMI allows us to invoke a method of remote object that execute on another thread in multi-threaded programming. Then option C, RMI allows us to invoke a method of remote object that execute parallelly in same machine. Then option D, none of the mentioned. അതായത് ഇവിടെ the answer is എന്താണ്? ഓപ്ഷൻ എ ആണ്. RMI allows us to invoke a method of remote object that execute on another machine. അതായത് നമ്മൾ കണ്ടിരുന്നു എന്താണ് RMI? അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റില് ഡിഫറെന്റ് സിസ്റ്റത്തിലെ ഡിഫറെന്റ് പ്രോസസ്സുകൾ തമ്മിൽ എന്താണ് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റില് ഡിഫറെന്റ് സിസ്റ്റത്തിലെ ഡിഫറെന്റ് പ്രോസസ്സുകൾ തമ്മിൽ ഒരു റിമോട്ട് കമ്മ്യൂണിക്കേഷൻ ഇൻവോക്ക് ചെയ്യാനുള്ള മെക്കാനിസമാണ് റിമോട്ട് മെത്തേഡ് ഇൻവോക്ക് ചെയ്ത റിമോട്ട് കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യുക. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്യും, അതായത് ഒരു ഡിഫറെന്റ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റ് ഡിഫറെന്റ് സിസ്റ്റത്തിലെ ഡിഫറെന്റ് പ്രോസസ്സുകൾ തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ എങ്ങനെയാണ് നമ്മൾ അതിന്റെ ആർക്കിടെക്ചറും അതിന്റെ വർക്കിംഗ് ഒക്കെ കണ്ടാണ്. അപ്പം ഇതിനകത്ത് ഒരു ക്ലയന്റ് കാണും, ഒരു സെർവർ കാണും. അപ്പം സെർവർ ആയിരിക്കും റിമോട്ട് ലൊക്കേഷൻ ഉള്ള ഒരു സെർവർ ആയിരിക്കും. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ടും 2 ലെയേഴ്സ് ആണ് വരുന്നത്. ഒരു ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്, അതായത് ക്ലയന്റിനെയും സെർവറിനെയും കണക്ട് ചെയ്യാൻ ഒരു ട്രാൻസ്പോർട്ട് ലെയർ കാണും. പിന്നെ ഒരു റിമോട്ട് റെഫറൻസ് ലെയർ ഉണ്ട്, അതായത് ക്ലയന്റിൽ, അതായത് നമ്മൾ ഈ റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ ആക്ച്വലി നടക്കുന്ന വെച്ചാൽ 2 പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്യും. അതായത് ഒന്ന് സെർവർ പ്രോഗ്രാം, അതായത് സെർവർ സൈഡിൽ ഒരു സെർവർ പ്രോഗ്രാമും ക്ലയന്റ് സൈഡിൽ ഒരു ക്ലയന്റ് പ്രോഗ്രാമും കാണും. ഓക്കെ, ദെൻ ഒരു റിമോട്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും? സെർവർ പ്രോഗ്രാമിലായിരിക്കും റിമോട്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ റെഫറൻസ് ആയിരിക്കും ക്ലയന്റ് ഒബ്ജക്റ്റിനെ എനേബിൾ ആക്കി കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഒരു സെർവർ പ്രോഗ്രാമും കാണും, ഒരു ക്ലയന്റ് പ്രോഗ്രാമും കാണും. റിമോട്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സെർവർ പ്രോഗ്രാമിലായിരിക്കും. ആ സെർവർ പ്രോഗ്രാമിന്റെ റെഫറൻസ് ആണ് ആർക്ക് കൊടുക്കുന്നത്? ക്ലയന്റ് പ്രോഗ്രാമിന് അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. ദെൻ ഈ ക്ലയന്റ് പ്രോഗ്രാമില് ക്ലയന്റ് ഒബ്ജക്റ്റിന്റെ ഒരു പ്രോക്സി ഉണ്ട്, അതിനെയാണ് നമ്മൾ സ്റ്റബ് എന്ന് പറയുന്നത്. അതുപോലെ സെർവർ ഒബ്ജക്റ്റിന്റെ പ്രോക്സി ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ സെർവർ ഒബ്ജക്റ്റിന്റെ റെപ്രസെന്റേഷൻ എന്ന പ്രോക്സി എന്ന് പറയാം. അതിനെയാണ് നമ്മൾ സ്കെൽട്ടൺ എന്ന് പറയുന്നത്. അപ്പം സ്റ്റബും സ്കെൽട്ടണും തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, ഈ ഒരു കമ്മ്യൂണിക്കേഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? ക്ലയന്റ് ഒബ്ജക്റ്റിന്റെ പ്രോക്സി, അതായത് സ്റ്റബ് ആയിരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ റെഫറൻസ് കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു ഒബ്ജക്റ്റ് റെഫറൻസിന് ആ ഒരു കമ്മ്യൂണിക്കേഷനെ മാനേജ് ചെയ്യുന്ന ലെയറാണ് റിമോട്ട് റെഫറൻസ് ലെയർ. ഇപ്പൊ 2 ലെയറാണ് വരുന്നത്. ഒന്ന് ട്രാൻസ്പോർട്ട് ലെയർ, ക്ലയന്റിനെയും സെർവറിനെ കണക്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ലെയറും ഈ ഒരു റെഫറൻസ് കമ്മ്യൂണിക്കേഷനെ മാനേജ് ചെയ്യുന്ന റിമോട്ട് റെഫറൻസ് ലെയറുമാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നടക്കുന്ന പ്രൊസീജിയറിന്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലയന്റിന്റെയും ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് മെസ്സേജ് ക്ലയന്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ആ റിക്വസ്റ്റിനെ ആര് റിസീവ് ചെയ്യും? ക്ലയന്റിന്റെ ഒബ്ജക്റ്റിലെ പ്രോക്സി ആയ സ്റ്റബ് റിസീവ് ചെയ്ത് സ്റ്റബ് എന്ത് ചെയ്യുന്നു? ക്ലയന്റിന്റെ റിമോട്ട് റെഫറൻസ് ലെയറിലോട്ട് പാസ് ചെയ്യുന്നു. ദെൻ ക്ലയന്റിന്റെ റിമോട്ട് റെഫറൻസ് ലെയറിൽ നിന്നും അത് സെർവറിന്റെ റിമോട്ട് റെഫറൻസ് ലെയറിലോട്ട് പോകുന്നു. സെർവറിന്റെ റിമോട്ട് റെഫറൻസ് ലെയറിൽ നിന്നും ആ മെസ്സേജിനെ ആര് റിസീവ് ചെയ്യുന്നു? സെർവറിലെ സ്കെൽട്ടൺ, അതായത് സെർവറിലെ ഒബ്ജക്റ്റിന്റെ പ്രോക്സിയാണ് സ്കെൽട്ടൺ. അത് റിസീവ് ചെയ്തിട്ട് ആ സ്കെൽട്ടൺ ആയിരിക്കും അതിന്റെ ഈ ഒബ്ജക്റ്റിന്റെ റെഫറൻസിനെ
സെർവറിൽ നിന്നും ക്ലയന്റിനെ എനേബിൾ ആക്കി കൊടുക്കുന്നത്. അപ്പം ഇതാണ് ജസ്റ്റ് ഇതിന്റെ ഒരു വർക്കിംഗ്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പം ഈ ഒരു റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ ആക്ച്വലി എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റിലെ ഡിഫറെന്റ് സിസ്റ്റത്തിലെ ഡിഫറെന്റ് പ്രോസസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനെ എനേബിൾ, അതായത് ആ ഒരു റിമോട്ട് കമ്മ്യൂണിക്കേഷനെ എനേബിൾ ചെയ്യുന്ന മെക്കാനിസംസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ എ RMI allows us to invoke a method of remote object that execute on another machine. Okay. At the question, which of the following is true about distributed systems? Option A, it uses a standardized XML messaging system. Option B, it is available over the internet or private network. Option C, it is not tied to any one operating system or programming language. Then all of the above. Okay, ഇപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം പഠിച്ചപ്പം അതിൻ്റെ ഒരു സർവീസ് കണ്ടിരുന്നത് എന്താണ്? വെബ് സർവീസ് അല്ലെ? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് വെബ് സർവീസ് എന്നൊരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ കമ്മ്യൂണിക്കേഷൻ, അതായത് ക്ലയന്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യുന്നത് നമ്മൾ ബൈപാസിംഗ് XML മെസ്സേജിങ് വഴിയായിരിക്കും. അതായത് XML മെസ്സേജ്, ആ വെബ് സർവീസ് ആണ് കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യുന്നത്. ആ വെബ് സർവീസ് യൂസ് ചെയ്യുന്ന XML മെസ്സേജിങ് ആയിരിക്കും. അതായത് XML എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെ? അതായത് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് XML മെസ്സേജിങ് അല്ലെങ്കിൽ വെബ് സർവീസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം നമ്മൾ വെബ് സർവീസിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞാണ് അത് XML മെസ്സേജിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആയിരിക്കും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻഡിപെൻഡന്റ് ആയിരിക്കും, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ തന്നെ ഈ ക്ലയന്റും സെർവറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് വെബ് സർവീസ്. ഓക്കെ, വെബ് സർവീസിന്റെ അഡ്വാൻറ്റേജ് ആണ് ഇവിടെ പോയിന്റ് ചെയ്തേക്കുന്നത് എയും ബിയും സിയും. ഓക്കെ, അപ്പം എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? എന്താണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോ. അതായത് ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ കേസിൽ ട്രൂ ആണ്. കാരണം വെബ് സർവീസിന്റെ അഡ്വാൻറ്റേജ് ആണ് ഈ മൂന്നെണ്ണം. അതായത് വെബ് സർവീസ് യൂസ് ചെയ്യുന്ന XML മെസ്സേജിംഗ് ആണ്, അതുപോലെ തന്നെ ഇത് നമുക്ക് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അപ്പം ഈ എന്താണ് ഇതെല്ലാം എന്തിന്റെ അഡ്വാൻറ്റേജ് തന്നെ, അല്ലെങ്കിൽ എന്തിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെയും അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പം ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് വൺ സൈറ്റ് ഫെയിൽസ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ദെൻ ഡാഷ്. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻ അത് നമ്മൾ പറഞ്ഞിരുന്നു, അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരുന്നു. എന്താണ്? ഫോൾട്ട് ടോളറൻസ്. അതായത് ഏതെങ്കിലും ഒരു സിസ്റ്റം ഫെയിൽ ആയി കഴിഞ്ഞാലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യില്ല. എന്ത് ചെയ്യും? ബാക്കിയുള്ള സിസ്റ്റംസ് അതിനെ എന്ത് ചെയ്യും? ടോളറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ദ റിമൈനിങ് സൈറ്റ് കൻ കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ്. ഓപ്ഷൻ ബി, ഓൾ ദ സൈറ്റ് വിൽ സ്റ്റോപ്പ് വർക്കിംഗ്. ഓപ്ഷൻ സി, ഡയറക്ട്ലി കണക്റ്റഡ് സൈറ്റ് വിൽ സ്റ്റോപ്പ് വർക്കിംഗ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ അബോവ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സൈറ്റ് ഫെയിൽ ആയി കഴിഞ്ഞാലും അവിടെ വെച്ച് എന്ത് ചെയ്യില്ല? വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യില്ല. ബാക്കിയുള്ള സൈറ്റുകൾ എന്ത് ചെയ്യും? അതിനെ ടോളറേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? അതിനെ ടോളറേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യും, ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ? ഓപ്ഷൻ എ, ദ റിമൈനിങ് സൈറ്റ്സ് ക്യാൻ കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് യൂസസ് UDP? ഓപ്ഷൻ എ, എക്കോ. ഓപ്ഷൻ ബി, ടൈം. ഓപ്ഷൻ സി, ഡൊമൈൻ നെയിം സെർവർ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ മെൻഷൻ. ഓക്കെ, നമ്മൾ UDP എന്തെന്ന് കണ്ടിരുന്നു? യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. അതായത് ടൈം ക്രിട്ടിക്കൽ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആണ് UDP എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ എക്കോ എന്ന് പറയുന്ന സിസ്റ്റം, ടൈം, ഡൊമൈൻ നെയിം സെർവർ, ഈ മെക്കാനിസംസ് എല്ലാം യൂസ് ചെയ്യുന്ന എന്താണ്? UDP ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹിയർ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദ മെൻഷൻഡ്. അടുത്ത, ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് യൂസ്ഡ് ടു അസസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്നോ? കൺകറൻസി. ഓക്കെ, അതായത് ഓരോ സിസ്റ്റംസ് കൺകറന്റോ ഈച്ച്, അതായത് ഇന്റർകണക്ട് ചെയ്തിരിക്കുന്ന ഓരോ സിസ്റ്റംസ് കൺകറന്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ദെൻ സ്കെയിലബിലിറ്റി, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കൂടുതൽ സിസ്റ്റംസും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു നെറ്റ്വർക്കിനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്താണ്? സ്കെയിലബിലിറ്റി. അടുത്ത എന്താണ്? ഫോൾട്ട് ടോളറൻസ്. അതായത് ഏതെങ്കിലും ഒരു സിസ്റ്റം ഫെയിൽ ആയി കഴിഞ്ഞാലും അവിടെ വെച്ച് കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ആവില്ല, എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ടോളറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോൾട്ട് ടോളറൻസ്. അപ്പം ഇതെല്ലാം എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബോവ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ അഡ്വാൻറ്റേജ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം? ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടത് തന്നെ റിസോഴ്സ് ഷെയറിംഗ് ആൻഡ് ഫോൾട്ട് ടോളറൻസ്. ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി, അതായത് റിസോഴ്സ് ഷെയറിംഗും അതിന്റെ അഡ്വാൻറ്റേജ് ആണ്, ഫോൾട്ട് ടോളറൻസും അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. Okay, which of the following is an approach to implement inter-process communication? Option A, pipe. Option B, message queue. Option C, shared memory. Option D, all of the above. അതായത്
നമ്മൾ IPC മെക്കാനിസം പറഞ്ഞിരുന്നു. അതിനകത്ത് മെസ്സേജ് പാസിംഗ് മെക്കാനിസം കണ്ടു, ഷെയർഡ് മെമ്മറി മെക്കാനിസം കണ്ടു, ദെൻ വേറൊന്നുമാണ് പൈപ്പ്. ഓക്കെ, പൈപ്പ്. അപ്പം ഈ 3 മെക്കാനിസവും ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. Here the answer is option D, all of the above. അടുത്ത ക്വസ്റ്റ്യൻ, ജാവ സപ്പോർട്ട് RMI. RMI stands for random method invocation. Option B, remote memory interface. Option C, remote method invocation. Option D, random method invocation. എന്താണ് ആൻസർ? Here the option is option C, remote method invocation. Okay, thank you.